എത്രയും ആദരവ് ബഹുമാനം നിറഞ്ഞ അധ്യക്ഷൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തന്നെ ചില സന്ദർഭങ്ങൾ നമ്മളൊരു മുസ്ലിം വിഷയമാക്കി ചർച്ച ചെയ്യുന്നതിൽ നമ്മൾ വളരെ പ്രയാസത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള സദസ്സുകളിൽ സമയം ചിലവഴിക്കുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു കഥ, ആ കഥയിൽ ഒരു പുഴയരികിൽ രണ്ടുപേർ മത്സ്യം പിടിക്കാൻ വേണ്ടി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ആ സന്ദർഭത്തിൽ ഒരു കുട്ടി ഇങ്ങനെ വന്ന് ഒരാളോട് അദ്ദേഹത്തിന്റെ കുട്ടയിൽ ഒരുപാട് മത്സ്യം അദ്ദേഹം ചൂണ്ടയിട്ട് ആ പുഴയിൽ നിന്നും പിടിച്ചിരിക്കുന്നു. ആ മത്സ്യം ഒന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തില്ല. ആ കുട്ടി അടുത്ത ഇരിക്കുന്ന ആളിന്റെ അരികിലേക്ക് ചെന്നിട്ട് കുറഞ്ഞ മത്സ്യം മാത്രം അദ്ദേഹത്തിന്റെ കുട്ടയിലുണ്ട്, അദ്ദേഹം പുഴയിൽ നിന്ന് പിടിച്ചതാണ്, മത്സ്യം ചോദിച്ചപ്പോൾ ഒന്നെടുത്തു കൊടുത്തു. ആ കുട്ടി മടങ്ങിപ്പോയി. അടുത്ത ദിവസവും അതുപോലെ തന്നെ സംഭവിച്ചു. മൂന്നാം ദിവസവും അപ്രകാരം സംഭവിച്ചപ്പോൾ എന്തുകൊണ്ടും ഈ മത്സ്യം കൊടുക്കാത്ത മനുഷ്യനോട് അരികിലിരിക്കുന്ന ദയയുള്ള കരുണയുള്ള ആ മനുഷ്യൻ ചോദിച്ചു, ആ ഒരു കുട്ടി വന്ന് നിന്നോട് മത്സ്യം ചോദിച്ചിട്ടത് കൊടുക്കാതെ പോയത് ക്രൂരമായ മനസ്സായി പോയി എന്ന് പറഞ്ഞപ്പോൾ നാലാം ദിവസം ആ കുട്ടി ഈ ഇദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നപ്പോൾ മത്സ്യം കൊടുക്കാത്ത മനുഷ്യൻ ഒരു നൂലെടുത്ത് ചൂണ്ട കൊരുത്ത് ആ ചൂണ്ടയിൽ എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടതെന്ന് പഠിപ്പിക്കലോടുകൂടി ആ കുട്ടിയെ അരികിലേക്ക് മാറ്റിയിരുത്തി ആ കുട്ടിയെ കൊണ്ട് മത്സ്യം പിടിപ്പിച്ചു. ആ കുട്ടിക്ക് അത് ആവേശമായി. ആ കുട്ടി അങ്ങനെ നിരന്തരമായി പിന്നെ ജീവിതത്തിലേക്ക് ആ ഉയർന്നു വരുന്നൊരു സാഹചര്യം, സ്വന്തമായി ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ പ്രാപ്തമായ തരത്തിലേക്ക് ആ കുട്ടി എത്തി. കേരളത്തിന്റെ സാഹചര്യത്തിൽ മത്സ്യം പിടിച്ചിട്ട് മത്സ്യം കൊടുക്കാത്ത വ്യക്തികൾ സർക്കാരും മത്സ്യം കൊടുത്ത വ്യക്തി സമുദായവുമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ മനസ്സിലായിട്ടില്ല എങ്കിൽ മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട പ്രാതിനിധ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടിട്ട് പോലും ഉച്ചത്തിലൊന്ന് കരയാൻ പോലും മനസ്സ് കാണിക്കാതെ കേരളത്തിലെ എല്ലാ സംഘടനകളും മതസംഘടനകളും മുസ്ലിം സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി ആ സർക്കാർ കൊടുക്കാത്ത ആനുകൂല്യങ്ങൾ സംഘടനകൾ കൊടുക്കാൻ തയ്യാറായി. അതാണ് അപകടമായി മാറിയത്. കേരളത്തിൽ എണ്ണി നോക്കുക, ഏറ്റവും കൂടുതൽ വീട് കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന്റെ കണക്കൊന്ന് എടുത്തു വെക്കുക. മുസ്ലിം സംഘടനയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ കൊടുത്ത വീടുകളുടെ എണ്ണം പരിശോധിച്ചാൽ ഈ എണ്ണപ്പെടുന്ന സംഘടനകൾ കൊടുത്ത, സമുദായത്തിന്റെ പേരിലുള്ള സംഘടനകൾ കൊടുത്ത ഭവനങ്ങളുടെ എണ്ണത്തിന്റെ പകുതി പോലും എത്താൻ സർക്കാർ കൊടുത്ത വീടുകളുടെ എണ്ണം വരില്ല. നമ്മൾ സമാധാനപ്പെട്ടു, കൊടുക്കാൻ സംഘടനകളുണ്ട്, വാങ്ങാൻ സമുദായവും അതുപോലുള്ള പാവങ്ങളുമുണ്ട്. നമ്മൾ സമുദായം നോക്കിയല്ല കൊടുത്തത്, എല്ലാ സമുദായത്തിനും കൊടുത്ത്. തൊഴിലില്ലാത്തവന് നമ്മൾ തൊഴിൽ കൊടുത്തു, വിദേശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. അവൻ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരുത്താതെ അവരെ സംരക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ പോയത്. ചോദിക്കേണ്ട തരത്തിൽ ചോദിച്ചാൽ ചൂണ്ട കൊരുത്ത് കയ്യിലേക്ക് കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗവൺമെന്റ് അവരെ ആ തരത്തിലേക്ക് ഗവൺമെന്റ് തലങ്ങളിലേക്ക് നമ്മുടെ സമുദായത്തിലെ ആളുകളെ കടത്തിക്കൊണ്ടുവരാൻ എല്ലാവരും LDF-ഉം UDF-ഉം ആര് ഭരിച്ചാലും അവരൊക്കെയും നമ്മെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അവിടെ ചോദിക്കാൻ നമ്മൾ ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് സമാധാനത്തോടെ നമ്മൾ ആരോടും പരാതി പറയാതിരുന്നപ്പോൾ അനാവശ്യമായും അനർഹമായും വാരിക്കൂട്ടിയ അധികാരങ്ങളും അവരുടെ എല്ലാ മേഖലകളും കരസ്ഥമാക്കിയിട്ട് അവർ വിരൽ ചൂണ്ടുന്ന നമ്മുടെ മുന്നിലേക്ക് എല്ലാം മുസ്ലിം സമുദായം കൊണ്ടുപോയി എന്ന് പറയുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്ന കണക്ക്, അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന്റെ കണക്ക് പോലും സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ ഏത് മദ്രസ അധ്യാപകർക്കാണ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നതെന്ന് ഒന്ന് തുറന്നു പറയാൻ ഈ ഇവിടെ ഭരിച്ചിട്ടുള്ള ഇടതും വലതും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് SIO ധൈര്യത്തോടെ തിരുവനന്തപുരത്ത് നമുക്ക് ധൈര്യത്തോടെ പറയാം, രക്തസാക്ഷി മണ്ഡപത്തിന്റെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടി വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്നു. ധൈര്യത്തോടെ എല്ലാ കാലത്തും വോട്ട് ബാങ്കുകളാക്കി മാറ്റി നിർത്തി വിജയിക്കാൻ വേണ്ടി
ഈ വട്ടം UDF ആണ് ജയിച്ചതെങ്കിൽ അത് മുസ്ലിം വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറയാൻ അവർ മനസ്സ് കാണിച്ചിട്ടില്ല എങ്കിൽ, LDF ജയിച്ച സന്ദർഭത്തിൽ മുസ്ലിം വോട്ടുകൾ ആ ഭാഗത്തേക്ക് പോയി എന്നവർ തുറന്നു പറയാതെ അവർ സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ മണ്ണിൽ നിന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്നു. സംഘടനകളുടെ അതിർവരമ്പുകളില്ലാതെ ന്യൂനപക്ഷങ്ങളായി ഒരുമിച്ച് നിന്നുകൊണ്ട് മുസ്ലിം എന്ന് മാത്രമല്ല മറ്റ് ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങാൻ SIF പ്രതിഷേധ സംഗമം ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ വിദ്യാർത്ഥി പ്രസ്ഥാനമായ DKISF-ഉം അതിന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനോട് പറയുവാനുള്ളത്, താങ്കളുടെ രാഷ്ട്രീയം കേരളം ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചില നേതാക്കളെ പരിശോധിച്ച് നോക്കുക. എവിടെയാണ് PC ജോർജ്? എവിടെ PC ജോർജ് ഞെളിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് ഇടങ്ങളിൽ PC ജോർജിനെ ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ ഒറ്റക്കെട്ടായി ന്യൂനപക്ഷം ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ ഈഴവ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ആനുകൂല്യങ്ങൾ പറ്റി മകനും അച്ഛനും ഒരുമിച്ച് നിന്നുകൊണ്ട് സുഖ ആഡംബരങ്ങളിലൂടെ ജീവിക്കുമ്പോൾ അതിനെ തകർക്കാൻ ന്യൂനപക്ഷം ഒരുമിച്ച് നിന്നാൽ താഴെ തട്ടിലേക്ക് പതിക്കുമെന്നുള്ള, താഴെ തട്ടിലേക്ക് വലിച്ചിറക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി സംഘപരിവാറിന് വേണ്ടി പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവസാനം അപകടത്തിലേക്ക് ചെന്ന് പതിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലിലൂടെ എല്ലാവിധ സമരങ്ങളിലും SIO-യോടൊപ്പം അതുപോലുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ സംഘടനകളോടൊപ്പം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ വിദ്യാർത്ഥി പ്രസ്ഥാനമായ DKISF-ന്റെ പൂർണ്ണ പിന്തുണയും അതിനോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിന് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും.